ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ ഒരു പപ്പായക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയിലയിട്ടുള്ള പപ്പായക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പപ്പായയാണ്. പപ്പായയുടെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതായതുകൊണ്ടാണ് ഹാഫ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ചെറുതാണെങ്കിൽ ചെറിയ പപ്പായ എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു അരമുറി തേങ്ങാപ്പീരയാണ് എടുത്തിട്ടുള്ളത് മസാലയ്ക്ക് ആവശ്യമായി. അടുത്തതായി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ഒരു 6, 7, 8 നിങ്ങളുടെ എരിവിനനുസരിച്ച്. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് പിസ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി കറിവേപ്പില. പപ്പായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ ഒരു സൈസിൽ മതിയാവും. അടുത്തായിട്ട് ഒരു പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തായിട്ട് കറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി എടുക്കുക. ചട്ടി ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ചട്ടി ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുക. ആദ്യം തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ പരിപ്പ് വേവിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലക്കൂട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതേസമയം നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു പരുവം അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പരിപ്പും പപ്പായൊക്കെ നല്ലോണം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നൈസായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് കടുക് വറുത്തിടണം. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലോട്ട് കടുക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു വെറൈറ്റി ആയ പപ്പായക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്